ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അസ്തിത്വത്തിന്റെ മുഴുവൻ രഹസ്യവും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും ഭയപ്പെടരുത്. ആരെയും ആശ്രയിക്കരുത്. എല്ലാ സഹായവും നിരസിക്കുന്ന നിമിഷം മാത്രമേ നിങ്ങൾ മോചിതനാകൂ. ബുദ്ധൻ. കാക്കത്തൊടിയിലെ കൂട്ടിൽ കിടന്നിരുന്ന കുറുക്കന് ഒരു സ്വപ്നം കണ്ടു. അനാവൃതമായ ആകാശത്തെ തൊട്ടുതലോടുന്ന മലമുകളിൽ അവൻ ഓടുന്നു, കാറ്റുപോലെ സ്വതന്ത്രനായി, യാതൊരു ഭയവുമില്ലാതെ. ഞണങ്ങി ഉണർന്ന കുറുക്കന്റെ മനസ്സിൽ ആ സ്വപ്നം കൊതിയുടെ വിത്തുപാകി. പറക്കാനാഗ്രഹിക്കുന്ന കോഴിക്കുഞ്ഞിനെപ്പോലെ സ്വതന്ത്രമാകാനുള്ള അതിയായ ആഗ്രഹം അവനെ അസ്വസ്ഥനാക്കി. കാക്കത്തൊടിയിലെ സുരക്ഷിതത്വം വിട്ട് ഒറ്റച്ചിറകു പറക്കാൻ അവൻ ഭയപ്പെട്ടു. പക്ഷേ ആ സ്വപ്നം, ഭയക്കരുത്, ആരെയും ആശ്രയിക്കരുത് എന്ന മന്ത്രം അവന്റെ ചിറകുകളിൽ കരുത്തു പകർന്നു. ഒരു പുലർക്കാലത്ത് ആദ്യത്തെ സൂര്യകിരണങ്ങൾ കൂട്ടിലേക്ക് നുഴഞ്ഞുകയറിയപ്പോൾ കുറുക്കൻ നിശ്ചയം ചെയ്തു. നിലത്തേക്ക് ചാടി ചിറകൾ വിടർത്തി അവൻ കുതിച്ചു. ആദ്യം ഇടറി വീണു, ചിറകൾ പിടഞ്ഞു. ചുറ്റുമുള്ള കാക്കകൾ കരകാട്ടിക്കൂട്ടി അയ്യേ, ഭ്രാന്തൻ എന്ന് അലറി. പക്ഷേ കുറുക്കൻ അവരെ കേട്ടില്ല. മുകളിലേക്ക് അവൻ പറക്കാൻ ശ്രമിച്ചു. ഓരോ തവണയും ഉയരം കൂടിയതോടെ ആകാശത്തെ തൊട്ടുകയെന്ന ആ സ്വപ്നം കൂടുതൽ വ്യക്തത കൈവരിച്ചു. കാക്കത്തൊടിയുടെ ഇരുട്ട് മാറി പുതിയൊരു ലോകം അവന്റെ കണ്ണു തുറന്നു. നിറങ്ങൾ, ശബ്ദങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ ശീതൾക്കാറ്റ്. അവൻ പറന്നു, ഭയമില്ലാതെ, ആരെയും ആശ്രയിക്കാതെ. മലമുകളിൽ ചെന്നെത്തിയപ്പോൾ കുറുക്കൻ തന്റെ സ്വപ്നത്തിലെ കാഴ്ച അനുഭവിച്ചു. അനാവൃതമായ ആകാശം അവന്റെ നീലക്കുപ്പായ മൂടിയപ്പോൾ അവൻ മനസ്സിലാക്കി, സ്വാതന്ത്ര്യം ഭയത്തെയും ആശ്രയത്തെയും നിരസിക്കുന്നതിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ. സ്വന്തം ചിറകുകളിൽ വിശ്വസിക്കുക, പറക്കാൻ ധൈര്യം കാണിക്കുക, അതാണ് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം. ഇന്ത്യൻ സമൂഹത്തിൽ നാം പലപ്പോഴും കാക്കത്തൊടികളിലാണ് ജീവിക്കുന്നത്, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സ്വന്തം ഭയങ്ങളുടെ. ഈ കഥ നമ്മോട് പറയുന്നത് സ്വപ്നങ്ങൾ പറക്കാൻ വിടുക എന്നാണ്. ഭയത്തെ മറികടക്കുക, ആരെയും ആശ്രയിക്കാതെ നമ്മുടെ ചിറകളിൽ ഉയരുക. വീഴുമെന്ന് ഭയപ്പെടാതെ പറക്കാൻ പഠിക്കുക. 7 മലകളുടെ മുടിയിൽ കുറുക്കൻ നിന്നു. ലോകം അപ്പോൾ ഒരു ചെറിയ കളിപ്പന്തല്ലായിരുന്നു, ഓരോ കാറ്റുമൂളക്കലും തിളയ്ക്കുന്ന അനന്തത. അവൻ ആഴത്തിൽ ശ്വാസം എടുത്തു, ഉള്ളിലെ ഭയത്തിന്റെ അവശിഷ്ടങ്ങളെ കാറ്റിൽ പറത്തിവിട്ടു. അപ്പോഴാണ് താഴെ നിന്ന് ഒരു നിലവിളിയിട്ടത്. കൊത്തിവലിച്ചു കൊഴുത്ത ഒരു കൊച്ചുകിളി മരക്കൊമ്പിൽ നിന്നും താഴേക്ക് വീണുപോയിരുന്നു. കറുത്ത ചിറകൾ പിടയും കാണിയാതെ അവൾ നിസ്സഹായായി അവിടെ കിടന്നു. ആ നിമിഷം കുറുക്കന്റെ സ്വയം പഠിച്ച പാഠം പ്രവൃത്തിയിലേക്ക് വന്നു. അവൻ ചിറകൾ വിടർത്തി വായുവിൽ മുങ്ങി. താഴെയിറങ്ങി കൊഞ്ചനയെ ശ്രദ്ധയോടെ പൊക്കിയെടുത്തു. അവളുടെ ചെറിയ മിഴികൾ ഭയം നിറഞ്ഞായിരുന്നു. പക്ഷേ കുറുക്കന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് കരുണയും ശക്തിയും മാത്രമായിരുന്നു. മെവേ അവൻ അവളെ അവളുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി മരക്കൊമ്പിൽ വീണ്ടും ഇരുത്തി. അവന്റെ സഹായം സ്വീകരിച്ചതിന് നന്ദി പറയുന്ന ഒരു ചിരിയോടെ കൊച്ചുകിളി പറന്നുയർന്നു. മുകളിലേക്ക്, മേലിൽ സ്വപ്നങ്ങൾക്കായി മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനുമായി അവൻ പറന്നു. കാരണം അവൻ മനസ്സിലാക്കി, യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വന്തം ചിറകുകളിൽ ഉയരുന്നതിലല്ല, മറ്റുള്ളവരുടെ ചിറകളും വിടർത്തുന്നതിലാണ്. അതുകൊണ്ട് കാക്കത്തൊടികളിൽ കിടന്നുറങ്ങുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും വേണ്ടി അവൻ പറന്നു, പുതിയൊരു നാളെയുടെ വെളിച്ചത്തിലേക്ക്. ഇതാണ് ഈ കഥയുടെ സാരം. നമ്മുടെ ശക്തിയെ തിരിച്ചറിയുക, ഭയത്തെയും ആശ്രയത്തെയും ഉപേക്ഷിക്കുക, സ്വന്തം പഥം തെളിക്കുക. മാത്രമല്ല, നമ്മുടെ പറക്കലിൽ മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും, ഇന്ത്യയിലും ലോകത്തും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.